ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് EDP-യിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. 4th മൊഡ്യൂളിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന കുറേയധികം പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ കൊടുത്തിരിക്കുന്ന സിലബസിലൊരു സബ് ടോപ്പിക്കാണ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. ഒരു പക്ഷേ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രോജക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി നമുക്കൊരു പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സോ ടെക്നോളജിയോ മെഷീനറിയോ നോഹോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഹൗ വി ക്യാൻ മേക്ക് ഇമ്പോർട്ട് ഓഫ് ദീസ് ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു കണ്ടൻ്റാണ് ഇത്. ക്യാപിറ്റൽ ഗുഡ്സ് ആർ റിക്വയർഡ് ടു സ്റ്റാർട്ട് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. And capital goods are those which are used for the production of goods. സാധാരണ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സുകളെയും മെഷീനറീസിനെയും നോഹോ ടെക്നോളജി ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ള ടേമിൽ അർത്ഥമാക്കുന്നത്. ക്ലിയർ? സോ എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. സംടൈംസ് എന്റർപ്രണേഴ്സ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. അല്ലേ, ഡൊമസ്റ്റിക് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടാവാം, അതിനുള്ള ലിമിറ്റേഷൻസും ഉണ്ടാവും. അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ടെക്നോളജിയുടെ സെലക്ഷനെ കുറിച്ചൊക്കെ തൊട്ട് മുമ്പ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലേ, ഏറ്റവും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്? അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, പ്രൊഡക്ടിവിറ്റിക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എക്കണോമി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എഫിഷ്യൻസി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയിലുണ്ടായിരിക്കണം, ഓട്ടോമേഷന് സാധ്യതയുള്ളതായിരിക്കണം. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും നോക്കി കോസ്റ്റ് ബെനിഫിറ്റ് കൺസിഡർ ചെയ്ത് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ ഓപ്റ്റിമം ടെക്നോളജി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജി ഒരു പക്ഷേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ഫോറിൻ കൺട്രീസിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഇമ്പോർട്ട് പ്രൊസീജിയർ? അതിന് വേണ്ടി സ്റ്റെപ്സ് ഇൻവോൾവ് ഫോർ ഇമ്പോർട്ടിങ് ക്യാപിറ്റൽ ഗുഡ്സ് may be briefly discussed as below. Number 1, obtaining import export code. ആദ്യമായിട്ട് ചെയ്യുന്ന IEC അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ IEC ഒപ്റ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് IEC എന്ന് പറയുന്നത്? ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡാണ്. ക്ലിയർ? prior to importing, every business must first of all obtain an import export code, that is IEC number, from the regional joint ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്, DGFT എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഈ IEC അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, ഒരു കോഡ് നമ്പർ നമ്മൾ ലഭിച്ചിരിക്കണം. അത് പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുക. ആരാണോ ഇത് അപ്ലൈ ചെയ്യുന്നത് അവരുടെ പാൻ നമ്പറുമായി ലിങ്ക് ചെയ്ത് ക്ലിയർ ആയിട്ടാണ് ഇങ്ങനെ ഒരു നമ്പർ കൊടുക്കുക. ഒരു യുണീക്ക് നമ്പർ ആയിട്ടായിരിക്കും കിട്ടുക. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒരു നമ്പറിൽ, അല്ലേ, ഒരു IEC ഉപയോഗിച്ചുകൊണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം ഇമ്പോർട്ട് നടക്കുന്നുണ്ട്, എത്രമാത്രം എക്സ്പോർട്ട് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? IEC നമ്പർ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫോറിൻ ട്രേഡിൻ്റെ എക്സ്റ്റെൻഡ്, വോളിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. ഒരു ഡാറ്റാബേസ് ആയിട്ടത് ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി IEC നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഈ IEC കോട്ട് ചെയ്തിട്ടേ നമുക്ക് വേറെയുള്ള പല ആപ്ലിക്കേഷൻസും കൊടുക്കാനും ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒപ്റ്റൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ്, ഇത് ലൈഫ് ടൈം ആയിട്ടുള്ള വാലിഡിറ്റി ഉള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ക്ലിയറിങ് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഷിപ്മെൻറ്റ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സിൽ കാണിക്കാൻ വേണ്ടിയിട്ടും, ആസ് വെൽ ആസ് സെൻഡിങ് ആൻഡ് റിസീവിങ് മണി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി നമുക്ക് കിട്ടാനും കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നോർമലി ഈ ഒരു 10 to 15 ഡേയ്സിൻ്റെയൊക്കെ സമയം ഇതിന് ഓഫ്ലൈൻ മെത്തേഡിൽ എടുക്കും. ക്ലിയർ? ബട്ട് ഓൺലൈനായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം വളരെയധികം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സ്റ്റേജ് ഈസ് എൻഷുവർ ലീഗൽ കംപ്ലയൻസസ് അണ്ടർ ഡിഫറെൻറ്റ് ട്രേഡ് ലോസ്. നമ്മുടെ രാജ്യത്ത് ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി നിയമങ്ങളുണ്ട്. ക്ലിയർ? അപ്പോൾ ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കംപ്ലയൻസസ്, ക്ലിയർ,
So once an IEC is allotted, business may import goods that are compliant with the Section 11 of the Customs Act of 1962, Foreign Trade Development Regulation Act of 1992, Foreign Trade Policy 2015. ഇങ്ങനെ കുറേയധികം നിയമങ്ങൾ അല്ലേ ഇതുമായി അനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ കംപ്ലയൻസസും പ്രൊസീജിയറിൻ്റെയും പെർവിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂ. സോ ഹൗവർ certain items restricted or prohibited or canalized is declared to be notified by Government of India requiring additional permission and license from DGFT, clear, Director General of Foreign Trade നിന്നും ഒരു അഡീഷണൽ ലൈസൻസ് കിട്ടിയാൽ മാത്രമേ ചില റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ദെൻ സ്റ്റെപ്പ് നമ്പർ 3, പ്രൊസീജിയർ ദാറ്റ് ഈസ് പ്രൊക്വറിങ് ഇമ്പോർട്ട് ലൈസൻസ്. മൂന്നാമതായിട്ട് നമ്മൾ ഇത്രയും കഴിഞ്ഞ ശേഷം ഈ ലീഗൽ കംപ്ലയൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ലൈസൻസ് സ്വന്തമാക്കുക എന്നതാണ്. സോ ടു ഡിറ്റർമിൻ വെദർ ലൈസൻസ് ഈസ് റിക്വയർഡ് to import particular product or services, then importer must first classify the item by identifying its Indian trade classification based on a horizontal system coding system, ITCHS. Clear? അപ്പോൾ അത്തരത്തിലൊരു ഇന്ത്യൻ ട്രേഡിംഗ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ഓരോ നേച്ചർ ഓഫ് ഗുഡ്സ് അനുസരിച്ച് അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്ന അതിനൊക്കെ ഓരോ കോഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഈ കോഡ് നെയിംസിനെ അനുസരിച്ചുകൊണ്ട് ക്ലിയർ നമ്മുടെ ഏതാണ് അതിൽ ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം വരും, സ്റ്റേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഇത് ചെയ്തെടുക്കുന്നു. ക്ലിയർ? അല്ലെങ്കിൽ അത് റിലേ ചെയ്യുന്നു. ഓക്കെ, ദെൻ ITCHS in India is a chief method of classifying items of trade and import and export operations. ക്ലിയർ? അപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അതിലൂടെ ഡീൽ ചെയ്യപ്പെടുന്ന ഗുഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കോഡിംഗ് സിസ്റ്റമാണ് എന്ത് പറയുന്നത്, ITCHS എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ സിസ്റ്റം ആയതുകൊണ്ടാണ് HS എന്ന് പറയുന്നത് കേട്ടോ. ദെൻ സോ ITCHS കോഡ് issued by DGFT, that is an 8-digit alphanumeric code representing a certain class and or category of goods. ക്ലിയർ? 8-digit നമ്പറാണ്, അല്ലെങ്കിൽ അത് ആൽഫ ന്യൂമറിക് ആയിട്ടുള്ളൊരു ഡിജിറ്റ് ആയിരിക്കും വരിക. അതനുസരിച്ച് അത് ഏത് ക്ലാസ്സസ് ഓഫ് മെറ്റീരിയൽ ആണെന്ന് അതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ വിച്ച് അലൗസ് ദി ഇമ്പോർട്ടർ ടു ഫോളോ ദ റെഗുലേഷൻസ് കൺസേൺഡ് വിത്ത് ദി ഗുഡ്സ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഏത് ക്ലാസ്സസ് ആണോ ഓരോ ഈ ഐറ്റത്തിനും, ക്ലിയർ, ITCHSന് വരുന്ന ഓരോ കോഡുകൾക്കുള്ള ഗുഡ്സിനും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഈ ഐറ്റത്തിൻ്റെ കോഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ പിന്നീട് കംപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ an import license may either be a general license or a specific license. ജനറൽ ലൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഏത് രാജ്യത്തു നിന്ന് വേണമെങ്കിലും ആ ഗുഡ്സ് വാങ്ങിക്കാം എന്നുണ്ടെങ്കിൽ ക്ലിയർ അതിനെ ജനറൽ ലൈസൻസ് എന്ന് പറയും. പക്ഷേ ഇന്ന പർട്ടിക്കുലറായിട്ടുള്ള വെൻഡർ അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ടുള്ള ഒരു കൺട്രിയിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റൂ എന്ന് വെച്ചിട്ടാണ് ലൈസൻസ് കിട്ടുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ലൈസൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ലൈസൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓർ ഇൻഡിവിജ്വൽ ലൈസൻസ് എന്ന് വേണമെങ്കിലും പറയാം. സോ ഇൻഡിവിജ്വൽ ലൈസൻസ് ഓതറൈസസ് ഇമ്പോർട്ട് ഓൺലി ഫ്രം എ സ്പെസിഫിക് കൺട്രീസ്. നമ്പർ 4, അടുത്ത സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫയൽ ബിൽ ഓഫ് എൻട്രി ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ടു കംപ്ലീറ്റ് കസ്റ്റം ക്ലിയറിംഗ് ഫോർമാലിറ്റീസ്. അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ആഫ്റ്റർ ഒബ്റ്റൈനിങ് ഇമ്പോർട്ട് ലൈസൻസ് then importers are required to furnish the import declaration in the prescribed bill of entry along with the permanent account number PAN based business identification number as per section 46 of the Indian Customs Act. Customs Act 1962 section 46 അനുസരിച്ച് ഏത് ബിസിനസ് ആണോ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെ അറിയുന്നതിന് വേണ്ടി ബിസിനസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് എ പാൻ ബേസ്ഡ് നമ്പർ. അപ്പോൾ അത് കോട്ട് ചെയ്തുകൊണ്ട് എന്ത് ഫയൽ ചെയ്യണം, ബിൽ ഓഫ് എൻട്രി അതുപോലെ തന്നെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടിൻ്റെ നേച്ചർ, ഗുഡ്സ്, വോളിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടാവും. സോ എ ബിൽ ഓഫ് എൻട്രി ഗിവ്സ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി എക്സാക്ട് നേച്ചർ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ്, പ്രിസൈസ് ക്വാണ്ടിറ്റി ഓഫ് ദി ഗുഡ്സ് ഇമ്പോർട്ടഡ് ആൻഡ് ദ വാല്യൂ ഓഫ് ദി ഗുഡ്സ് which have landed or entered inwards to the country. നമ്മുടെ പോർട്ടിൽ വന്ന് കിടക്കുന്ന
ഗുഡ്സിൻ്റെ അല്ലേ, അതിൻ്റെ വാല്യൂ എന്താണ്, വോള്യൂം എന്താണ്, നമ്പർ എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇഫ് ദ ഗുഡ്സ് ആർ ക്ലിയർഡ് ത്രൂ ദി ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് മെക്കാനിസം. ഇനി ഈ ക്ലിയറൻസിന്, കസ്റ്റം ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് EDI സിസ്റ്റം എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് അല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ PBS ഒക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ, ഒരു യുണീക്ക് സിസ്റ്റമാണ്. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിൽ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലേ, രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് B2B അല്ലേ, ബിസിനസ് ടു ബി സിറ്റുവേഷൻസിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസത്തിനാണ് എന്താ പറയുക, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുക. അപ്പോൾ അതുവഴി നമുക്ക് ക്ലിയറിങ്സ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, ക്ലിയർ, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, EDI മെക്കാനിസത്തിലൂടെയാണ് ക്ലിയറിംഗ് എങ്കിൽ, അപ്പോൾ അവിടെ എന്ത് ഉണ്ടാവില്ല, ഈ ബിൽ ഓഫ് എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. പകരം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ക്ലിയർ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഓക്കെ, എന്താ ബിൽ ഓഫ് എൻട്രിയുടെ നോർമലി ഉള്ള ബിൽ ഓഫ് എൻട്രി ആയിരിക്കില്ല, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഹൗവർ ഇമ്പോർട്ടർ മസ്റ്റ് ഫയൽ കാർഗോ ഡിക്ലറേഷൻ. പക്ഷേ ഏത് തരത്തിലുള്ള കാർഗോ ആണ്, അതിൻ്റെ നേച്ചർ എന്താണെന്ന് സംബന്ധിച്ചുള്ള ഡിക്ലറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, so this is related to customs clearance. Then if the bill of entry is filed without using EDI system, then the importer is required to submit supporting document. Clear, EDI അല്ലാത്ത രീതിയിൽ നമ്മൾ ബിൽ ഓഫ് എൻട്രി കൊടുക്കുകയാണെങ്കിൽ ഈ ബിൽ ഓഫ് എൻട്രിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് കൂടെ കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഏത് രാജ്യത്തുള്ള ഗുഡ്സ് ആണെന്ന് അറിയുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, പാക്കേജിംഗ് ലിസ്റ്റ്, അങ്ങനെ കുറേയധികം ഡോക്യുമെൻറ്റ്സ് ഇതിനോട് സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കണം. സോ വൺസ് ദ ഗുഡ്സ് ആർ ഷിപ്ഡ്, ദ കസ്റ്റംസ് ഒഫീഷ്യൽസ് എക്സാമിൻ ആൻഡ് അസസ് ദി ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ഇൻ ദ ബിൽ ഓഫ് എൻട്രി ആൻഡ് മാച്ച് ഇറ്റ് വിത്ത് ദി ഇമ്പോർട്ടഡ് ഐറ്റം. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടഡ് ഐറ്റം വന്നു കഴിഞ്ഞാൽ, ഷിപ്മെൻറ്റ് ചെയ്തു എന്ന് കേട്ടിട്ട് ഇൻഫർമേഷൻ കിട്ടി നമ്മുടെ പോർട്ടൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ ഇമ്പോർട്ടർ കൊടുക്കുന്ന ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ വന്നിരിക്കുന്ന കൺസൈൻമെൻറ്റ് കാർഗോ അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, അതിൻ്റെ വോള്യൂം, ക്വാണ്ടിറ്റി ഇതൊക്കെ കറക്റ്റാണെന്ന് ജസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യും. ക്ലിയർ. സോ ഇഫ് ദർ ഈസ് എനി ഇറഗുലാരിറ്റീസ് ദ ഒഫീഷ്യൽസ് ഇഷ്യൂ, ഇഫ് ദർ ഇസ് നോ ഇറഗുലാരിറ്റീസ്, അതിൽ ഇറഗുലാരിറ്റീസ് ഒന്നും കണ്ടില്ല എങ്കിൽ ഒരു പാസ് ഔട്ട് ഓർഡർ കൊടുക്കും. ദാറ്റ് മീൻസ് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞു, ഇതിനെ കൊണ്ടുപോകാമെന്നർത്ഥം. ക്ലിയർ, കാർഗോ. അപ്പോൾ അങ്ങനെയാണ് കാർഗോ വിട്ട് കിട്ടുക. അതുവരെ പോർട്ടിൽ നിന്ന് കാർഗോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ദെൻ ഡിറ്റർമിൻ ദ ഇമ്പോർട്ടഡ് ഡ്യൂട്ടി റേറ്റ് ആൻഡ് ക്ലിയറൻസ് ഓഫ് ദി ഗുഡ്സ്. ഇനി അടുത്ത കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാനുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അടയ്ക്കണം. ക്ലിയർ. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഡിറ്റർമിൻ ചെയ്തിട്ട് അതിനനുസരിച്ച് അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കണം. അപ്പോഴേ ഗുഡ്സ് ക്ലിയറൻസ് ചെയ്ത് കിട്ടുള്ളൂ. സോ ഇൻ ഇന്ത്യ ലെവീസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, അല്ലേ, ചെറിയൊരു അർത്ഥത്തിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കസ്റ്റംസ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടിയാണത്. ക്ലിയർ. പക്ഷേ വേറെ ചില ഡ്യൂട്ടീസൊക്കെ സബ്മേർജ് ചെയ്തിട്ട് GST ആയിട്ട് നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് GST ഏർപ്പെടുത്തുന്ന സമയത്ത് അതിന് IGST ആയിട്ടാണ് എടുക്കുക. ക്ലിയർ. അപ്പോൾ IGST ആക്ട് ഓഫ് 2017 അനുസരിച്ച് IGSTയുടെ റേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ഇത് ക്ലാസിഫൈ ചെയ്ത് എൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. ഓക്കെ, സോ എവറി കൺട്രി റിക്വയേഴ്സ് ഫോറിൻ ക്യാപിറ്റൽ. സോ ദിസ് ഈസ് റിലേറ്റഡ് ടു these are all the steps related to the import of material. അപ്പോൾ ഇമ്പോർട്ട് ഓഫ് മെറ്റീരിയൽസിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ 5 സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? സോ നമ്പർ 1, obtaining a EC. Number 2, ensuring legal compliances under different trade laws. Number 3, procuring import licenses. Then number 4, filing bill of entry and other related documents. And number 5, determining import duty and making ക്ലിയറൻസ് ഓഫ് ദ ഗുഡ്സ്, കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് ഗുഡ്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇമ്പോർട്ട് നമുക്ക് സാധ്യമാകും. ഓക്കെ, സിമ്പിളായിട്ട് പറയുമ്പോൾ ഇത്രയും സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫോറിൻ കൊളാബറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, പലപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലേ, ടെക്നോളജിയോ നോഹോ അതുപോലെ തന്നെ മെഷീനറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ അത് പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല. ഔട്ട്റൈറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ക്ലിയർ. ഒരു ടെക്നോളജി നമ്മൾ വാങ്ങിക്കുന്നു, അത് മെഷീനറി ആയിട്ടോ അല്ലെങ്കിൽ അല്ലേ നോഹോ ആയിട്ടോ നമുക്ക് ഇവിടെ എത്തുന്നു, നമ്മൾ അതിനെ ഡെലിവറി ചെയ്യുന്നു, നമ്മുടെ പ്ലാനിൽ കൊണ്ടുപോകുന്നു, പ്രശ്നമൊന്നുമില്ല. ക്ലിയർ. ലൈസൻസ് ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ മിക്കവാറും രാജ്യങ്ങളും അവരുടെ ടെക്നോളജി, അവിടെ രാജ്യത്തുള്ള ടെക്നോളജിയോ എക്യുപ്മെൻറ്റ്സോ മെഷീനറീസോ ഡിവൈസുകളോ, ക്ലിയർ, അത് വളരെ ഈസിലി അത് തരില്ല, അത് എക്സ്പോർട്ട് ചെയ്യില്ല.
ക്ലിയർ. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ആൾട്ടർനേറ്റ് റൂട്ട്സ് നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും, ആൾട്ടർനേറ്റ് മെത്തേഡ്സ് ട്രൈ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണല്ലോ അതിനുള്ള ആൾട്ടർനേറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്? അപ്പോഴോ അങ്ങനെയുള്ള ആൾട്ടർനേറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കേസസിൽ കമ്പനികൾ ചെയ്യുക? ക്ലിയർ. നമുക്കൊരു ടെക്നോളജി ആവശ്യമാണ്, നമ്മുടെ കയ്യിലില്ല, വിദേശ രാജ്യത്തുള്ളൊരു കമ്പനിയുടെ കൈവശമാണ് അതുള്ളത്, അതെങ്ങനെ അവൈലബിൾ ആക്കാം? അപ്പോൾ അതിനുവേണ്ടി ഡയറക്റ്റായിട്ട് പർച്ചേസ് ഓപ്ഷനാണ് ഏറ്റവും നല്ലത്. അത് ഉണ്ടോ നോക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? അപ്പോഴാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ റൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ. ജോയിൻറ്റ് വെഞ്ചർ. ഓക്കെ. 2 കമ്പനികൾ കൂടി ചേർന്ന് ഒരു വെഞ്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ടെക്നോളജി ഇവിടേക്കും വരും. ഓക്കെ. അങ്ങനെ ജോയിൻറ്റ് വെഞ്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ. അതല്ലെങ്കിൽ പിന്നെ അടുത്തുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റ് ചെയ്യണം. മറ്റൊരു വിദേശത്തുള്ള രാജ്യത്തുള്ള കമ്പനിയുമായിട്ട് ഇന്ത്യയിലുള്ളൊരു കമ്പനി എന്ത് ചെയ്യുന്നു? കൊളാബറേറ്റ് ചെയ്യുന്നു. ടെക്നോളജിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ, മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒക്കെ എന്ത് ചെയ്യുന്നു? കൊളാബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? കൊളാബറേഷൻസ് വരുന്നത്. ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള ഫോറിൻ കൊളാബറേഷൻ, അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ എഗ്രിമെൻറ്റ്. ഓക്കെ. ചില കേസസ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ. ഫ്രാഞ്ചൈസി രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കും. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ കുറച്ച് ആൾട്ടർനേറ്റ് മെത്തേഡ്സ് ഉണ്ട്, അത് ട്രൈ ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോറിൻ കൊളാബറേഷൻ. ഓക്കെ. So let us see what is foreign collaboration. So every country requires foreign capital or investment for its development, and there are different forms of foreign capital or investment. Clear. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോറിൻ കാര്യമാണെന്ത്? ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുന്നത്. സിമിലർലി, when the company does not have necessary technical know-how in particular line of business, then it needs to go for the acquisition of technical know-how from outside the country or from foreign country, and the possible sources of collaboration and the choice of a specific sources needs to be elaborated in the പ്രോജക്റ്റ് റിപ്പോർട്ട്. അങ്ങനെ ഒരു കമ്പനി ടെക്നോളജിക്കൽ അക്വിസിഷന് വേണ്ടി വിദേശ രാജ്യത്തുള്ള മറ്റൊരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന, അതിൻ്റെ കൊളാബറേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്തിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കണം? പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. ഓക്കെ. ദ കമ്പനി മേ either opt to outright purchase or propose a technology. നമുക്ക് വേണ്ട ടെക്നോളജിയെ ഔട്ട്റൈറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ക്ലിയർ. സപ്ലയർ ഓഫ് മെഷീനറി അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ടെക്നോളജി അങ്ങനെ പെർമിറ്റ് ചെയ്യുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ് വിത്ത് ദി സപ്ലയർ ഓഫ് ടെക്നോളജി ഹു അഗ്രീസ് ഫോർ എ ടെക്നിക്കൽ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ, ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദി പ്രപ്പോസ്ഡ് വെഞ്ചർ. ഇതിനാണ് നമ്മൾ കൊളാബറേഷൻ എന്ന് പറയുക. അപ്പോൾ അവരെന്ത് ചെയ്യും? ഔട്ട്റൈറ്റ് ആയിട്ട് നമുക്ക് തരില്ല, പകരം എന്ത് ചെയ്യും? അത് ഒരു ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. ക്ലിയർ. ഈ ടെക്നോളജി തരാം, പക്ഷേ ഈ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ സെയിൽസ് റവന്യൂവിൻ്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് വെച്ചിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എഗ്രിമെൻറ്റ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ. സോ മീനിങ് ഓഫ് ഫോറിൻ കൊളാബറേഷൻ. So foreign collaboration means an agreement between 2 or more different companies from different countries to carry out some type of business operation. ഒരേ തരത്തിലുള്ള ബിസിനസ് ഓപ്പറേഷൻ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള കമ്പനികൾ തമ്മിൽ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒരു എഗ്രിമെൻറ്റിന് പറയുന്ന പേരാണ് കൊളാബറേഷൻ, ഫോറിൻ കൊളാബറേഷൻ. ഇറ്റ് ഈസ് an alliance of resident company and non-resident entities to carry out an agreed task of work or business collectively. Thus foreign collaboration is a strategic alliance. Like the alliance ആണ്. Clear. ഒരു coming together ആണ്, or a mutual cooperation between one or more resident companies and a non-residential entity. Clear. ഒന്നോ അതിലധികമോ ഇന്ത്യൻ കമ്പനികളും അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ വിദേശ കമ്പനികളും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അനുസരിച്ചിട്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇൻ ഷോർട്ട്, foreign collaboration is an agreement or a contract between 2 or more companies from different countries for the mutual benefits, especially for the transfer of technology, etc. Okay. So major type of foreign collaboration are technical collaboration. അപ്പോൾ പ്രധാനമായിട്ട് 4-5 തരത്തിലുള്ള കൊളാബറേഷൻസ് ചെയ്യാറുണ്ട്. ഒന്ന് ടെക്നിക്കൽ കൊളാബറേഷൻ ആണ്, അവിടെ ടെക്നോളജി ട്രാൻസ്ഫർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് കൊളാബറേഷൻ. ക്ലിയർ. വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി അസിസ്റ്റൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിംഗ് കൊളാബറേറ്റഡ്. ക്ലിയർ. അത് ചെയ്തെടുക്കും. അവരുടെ പ്രോഡക്റ്റ് ഇന്ത്യയിലുള്ള മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പ്രോഡക്റ്റ്
വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കൊളാബറേഷൻ. ഫിനാൻഷ്യൽ കൊളാബറേഷൻ ഉണ്ടാവുന്നു. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നു, ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അവർക്ക് റവന്യൂവിൻ്റെ ഷെയറിങ്ങോ പ്രോഫിറ്റ് ഷെയറിങ്ങോ ആ രീതിയിലുള്ളൊരു എഗ്രിമെൻ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുക. അതുപോലെ തന്നെ കൺസൾട്ടൻസി കൊളാബറേഷൻ. ചില സമയത്ത് കൺസൾട്ടൻസി ആയിരിക്കും കൊടുക്കുക. ക്ലിയർ? ടെക്നിക്കൽ മാറ്റേഴ്സിൽ കൺസൾട്ടൻസി കൊടുക്കുക. ദെൻ ബിഫോർ ഇനിഷ്യേറ്റിംഗ് എ ഫോറിൻ കൊളാബറേഷൻ it requires an approval from the government of the domestic country. സാധാരണ ഒരു കൊളാബറേഷൻ അല്ലേ ഫോറിൻ രാജ്യത്തുള്ള ഫോറിൻ എൻറ്റിറ്റി, ഫോറിൻ കൺട്രിയിലുള്ള ഒരു എൻറ്റിറ്റിയുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. കുറേയധികം കമ്മിറ്റ്മെൻറ്റ്സ് വരും അല്ലേ. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് വരും, അതുപോലെ തന്നെ ഫ്യൂച്ചർ കമ്മിറ്റ്മെൻറ്റ്സ് വേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനോട് കൂടി മാത്രമേ, അതാത് രാജ്യത്തുള്ള ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ ഇത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. സോ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് സീക്കിംഗ് പെർമിഷൻ the collaborating entities prepare a preliminary agreement. ക്ലിയർ? ഇതിനു വേണ്ടി അവരെന്ത് ചെയ്യും? ഒരു പ്രിലിമിനറി എഗ്രിമെൻറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ പെർമിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനോടൊപ്പം ഇതുകൂടെ വയ്ക്കും. അപ്പോൾ ഗവൺമെൻറ് അതെല്ലാം നോക്കി എഗ്രിമെൻറ്റിലെ കണ്ടൻസും പ്രൊവിഷൻസൊക്കെ നോക്കി അത് കൺട്രിയുടെ നാഷണൽ ഇൻട്രസ്റ്റിനോ എക്കണോമിക് ഇൻട്രസ്റ്റിനോ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിനോ ഡെട്രിമെൻ്റലാണോ എന്നൊക്കെ നോക്കി ഫേവറബിൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും? പെർമിഷൻ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ഫോറിൻ കൊളാബറേഷൻ, resident and non-resident entities start business together in the domestic country, and collaborating entities share their profits according to the profit sharing ratio mentioned in the contract. ഈ കോൺട്രാക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആകെ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ, ചിലപ്പോൾ മിക്കവാറും കേസസിലും സെയിൽസ് റവന്യൂ ആയിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയാതെ ആകെ ഉണ്ടാക്കുന്ന സെയിൽസ് ടേൺ ഓവറിൻ്റെ ഇത്ര ശതമാനം. ക്ലിയർ? ആ രീതിയിലായിരിക്കും എന്ത് കൊടുക്കുന്നത്? വിദേശ കമ്പനിക്ക് ഷെയർ കൊടുക്കേണ്ടത്. ക്ലിയർ? ഈ രീതിയിലുള്ളൊരു ഷെയറിങ് എഗ്രിമെൻറ്റ് വെച്ചിട്ടായിരിക്കും കൊളാബറേഷൻ ചെയ്യുന്നത്. ഇതിന് നമ്മൾ റോയൽറ്റി എന്നൊക്കെ പറയാറുണ്ട്. ഒരു ടെക്നോളജി തരുന്നതിൻ്റെ ഫലമായിട്ട് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് കൊടുക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട്, റിവാർഡ് ആയതുകൊണ്ട് തന്നെ റോയൽറ്റി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ളൊരു കമ്മീഷൻ അല്ലെങ്കിൽ റോയൽറ്റി അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ, ക്ലിയർ, അത് കോൺട്രാക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് EPCG, ക്ലിയർ, സ്കീം, ദാറ്റ് ഈസ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കീമുണ്ട്. ക്ലിയർ? എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, എക്സ്പോർട്ട് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഓർഗനൈസേഷൻ ആവശ്യമായുള്ള ക്യാപിറ്റൽ ഗുഡ്സ്, മെഷീനറി, പ്ലാന്റ്, എക്വിപ്മെൻറ്റ്സ്, നോഹോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട്, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെ, ക്ലിയർ, എൻട്രി ഡ്യൂട്ടി അടയ്ക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കൊണ്ടുവരാൻ പറ്റുന്നു. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തരത്തിലുള്ള ടാക്സ് അടച്ചുകൊണ്ട്, ഡ്യൂട്ടി അടച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നു. ഇങ്ങനെയുള്ളൊരു പ്രൊവിഷനെ പറയുന്നത് സ്പെഷ്യൽ സ്കീമാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. ക്ലിയർ? സോ എക്സ്പോർട്ട് പ്രൊമോഷൻ EPCGS എന്നാണ് പറയുക. ക്ലിയർ? സോ വാട്ട് ഈസ് EPCG scheme? So this is a scheme which enables the importer, being an exporter oriented business, to import capital goods at zero rates of customs duty. Customs duty തീരെ ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു. ആർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉള്ള യൂണിറ്റുകൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ however the scheme is subject to the export value requirement of 6 times of the duty saved on the importation of such capital goods within 6 years from the date of issue of the authorization. പക്ഷേ ഇതിനൊരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. EPCG സ്കീം അനുസരിച്ച് നമ്മൾ മെഷീനറി ഫ്രീ ആയിട്ട്, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ, അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന സമയത്തുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എത്രയാണോ ഡ്യൂട്ടി അടയ്ക്കാതിരിക്കുന്നത്, അല്ലേ, ഡ്യൂട്ടി സേവ് ചെയ്യുന്നത്, ക്ലിയർ, ആ ഡ്യൂട്ടി സേവ് ചെയ്യുന്ന തുകയുടെ 6 ടൈംസ് അല്ലെങ്കിൽ 600%, 600% അല്ലെങ്കിൽ 6 മടങ്ങ്, ക്ലിയർ, തുക ഫോറിൻ കറൻസി ആയിട്ട്, എക്സ്പോർട്ടിൻ്റെ ഫലമായിട്ട് ഫോറിൻ കറൻസി ആയിട്ട് തൊട്ടടുത്ത 6 വർഷത്തിനുള്ളിൽ നേടിയിരിക്കണം. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. ക്ലിയർ? സോ അപ്പോൾ ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പൊട്ടൻഷ്യലൊക്കെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിക്കും. ഈ മെഷീനറി കൊണ്ടുവന്ന റവന്യൂ ഉണ്ടാവുമോ, സെയിൽസ് കൂടുമോ, എക്സ്പോർട്ടിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഷ്യൂറൻസ് ഒക്കെ കൊടുക്കും ആര്? ഇമ്പോർട്ടർ. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ ഇമ്പോർട്ടർ അല്ലെങ്കിൽ ഈ ബിസിനസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ, ക്ലിയർ, they will give an assurance that they will make, clear, 6 times of the duty saved amount
Okay, as foreign exchange earnings within a period of 6 years from the date of authorization. Okay, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്കീം അനുസരിച്ച് ഓതറൈസേഷൻ കിട്ടിയത് 6 വർഷത്തിനുള്ളിൽ, ക്ലിയർ, നമ്മൾ എത്ര ഡ്യൂട്ടിയാണോ അടയ്ക്കാതെ വന്നിരിക്കുന്നത്, സേവ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ 6 മടങ്ങ് അല്ലെങ്കിൽ 600% വരെ വരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ നേടിയിരിക്കുമെന്ന് ഉറപ്പ് നൽകണം. ക്ലിയർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 60 lakh rupees നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 60 lakh rupeesൻ്റെ നമ്മൾ എന്ത് ചെയ്തു, വി ഹാവ് സേവ്ഡ് എമൗണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 lakh rupees എന്ന് വിചാരിക്കുന്നു. ക്ലിയർ. സോ 10 lakh rupeesൻ്റെ ഡ്യൂട്ടി നമ്മൾ സേവ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 6 times, അല്ലേ, 6 times എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? അപ്പോൾ 60 lakh rupees, 60 ലക്ഷം രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് അടുത്ത 6 വർഷം കൊണ്ട് ചെയ്യണം. ക്ലിയർ. ദാറ്റ് മീൻസ് ഓരോ വർഷവും അറ്റ്ലീസ്റ്റ് 10 ലക്ഷം രൂപയെങ്കിലും എന്ത് ചെയ്യണം, ഫോറിൻ എക്സ്ചേഞ്ച് നേടിയിരിക്കണം. ക്ലിയർ. അപ്പോൾ ഓരോ വർഷം ഇങ്ങനെ തന്നെ നേടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ 6 years എന്ന് പറയുന്നത്. 6 times വിത്തിൻ എ പീരീഡ് ഓഫ് 6 years എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു കൺസെഷൻ എന്നുള്ള നിലയിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഈ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഇമ്പോർട്ട് പെർമിറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സ്കീം. സോ ദിസ് ഈസ് ടു ബി ഡൺ വിത്തിൻ 6 years. ക്ലിയർ. അപ്പോൾ 6 വർഷത്തിനുള്ളിൽ അവൈൽ ചെയ്തിട്ട്, ഈ ബെനിഫിറ്റ് അവൈൽ ചെയ്ത് 6 വർഷത്തിനുള്ളിൽ ഒരു 600% അല്ലെങ്കിൽ 6 times വരെയുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയുടെ അത്രയും ശതമാനം വരെ വരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ട്രേഡ് നമ്മൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടീഷൻ. വാട്ട് ആർ ദി എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുന്ന വേറൊരു കാര്യമാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലേ, ഇങ്ങനെയുള്ള ഗുഡ്സ് ഏതാണ്? സോ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് ആർ capital goods or assets or plant and machineries or technology that are used for production of goods which are exported to other countries. ക്ലിയർ. നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി, എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസിനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ള പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് മെഷീനറി ആസ് വെൽ ആസ് സ്പെയേഴ്സ്. മെഷീനറിയും വരാം, സ്പെയേഴ്സും വരാം. ഹെൻസ് ദി in order to qualify as export promotion capital goods, EPCG അനുസരിച്ച് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ the commodity manufactured in India must be exported outside India. Okay, and what are the capital goods allowed under EPCG scheme? Okay, EP scheme അനുസരിച്ച് എന്തിനൊക്കെയാണ് കൊടുക്കുക. So capital goods allowed under this scheme shall include spares. Clear. That is including reconditioned or refurbished. ക്ലിയർ. എന്താ ഈ റിഫർബിഷ് എന്ന് പറഞ്ഞാൽ, റീകണ്ടീഷൻഡ് അല്ലെങ്കിൽ റീഫർബിഷ് എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു മെഷീനറി ഉണ്ടായിരുന്നു, അതിൽ ചെറിയ എന്തോ പ്രോബ്ലം വന്നിട്ട് റിപ്പയറോ മെയിൻ്റനൻസോ ചെയ്ത് അതിന് ചില പാർട്ടുകളൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും വയ്ക്കും. അതിനെന്ത് പറയും നമ്മൾ, റീഫർബിഷ്ഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ റീകണ്ടീഷൻഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയും, അല്ലേ. നിങ്ങൾ ഒരുപക്ഷെ ഓൺലൈനായിട്ട് മൊബൈലൊക്കെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും, റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും സൈറ്റിൽ. ക്ലിയർ. അപ്പോൾ നോർമൽ പുതിയതായിട്ടുള്ള ഫോണായിരിക്കില്ല, പക്ഷേ ചെറിയൊരു യൂസേജ് ഉണ്ടാവും. ക്ലിയർ. അതിലെന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്ട്സ് വന്നാൽ തിരിച്ചു കൊടുത്തപ്പോൾ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനെ ആ പാർട്ട് മാത്രം റിമൂവ് ചെയ്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, നൽകിയിട്ടുണ്ട്. അതിനാണ് റീഫർബിഷ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഐറ്റംസ് സ്പെയേഴ്സ് ആവാം, ഫിക്ചേഴ്സ് ആവാം, ഫിറ്റിങ്സ് ആവാം, ജിഗ്സ് ആവാം, ടൂൾസ് ആവാം, മോൾഡുകളാവാം, ഡൈ ആവാം, ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ഫർദർ സെക്കൻഡ് ഹാൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്, ഇനി സെക്കൻഡ് ഹാൻഡ് ക്യാപിറ്റൽ ഗുഡ്സും ആവാം. അതായത് വേറൊരു രാജ്യത്ത് വേറൊരു കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ്സും പ്ലാന്റോ മെഷീനറിയോ ടെക്നോളജിയോ എന്ത് ചെയ്യാം, അത് വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ. ആൻഡ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ ഓഫ് ദി ഏജ്. അതുപോലെ തന്നെ അതിന് എത്ര വർഷം അല്ലെങ്കിൽ എത്ര വർഷത്തെ പഴക്കമുണ്ട് അതൊന്നും നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ അണ്ടർ ദിസ് സ്കീം ഫോറിൻ ട്രേഡ് പോളിസി FTP, ഫോറിൻ ട്രേഡ് പോളിസിയുടെ സ്കീം അനുസരിച്ച് the importation of capital goods required for the manufacture of export-oriented products specified in the EPCG authorization is permitted at a concession or nil rate duty. ഇങ്ങനെയുള്ള കേസസിൽ ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിൽ റേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൺസെഷൻ റേറ്റ് ആയിട്ടോ എന്ത് ചെയ്യുന്നു കൊടുക്കും, ദാറ്റ് ഈസ് സീറോ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് അർത്ഥം. ആൻഡ് ദി സ്കീം ഈസ് അണ്ടർ ഫോറിൻ ട്രേഡ് പോളിസി അലൗസ് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ടു ദി ഇൻഡിജിനസ് ഇൻഡസ്ട്രി. ക്ലിയർ. ഈ സ്കീം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നിലവിലുള്ള ഒരു ബിസിനസ്സിന് പഴയ ടെക്നോളജി മാറ്റി
പുതിയ ടെക്നോളജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ക്ലിയർ? ദെൻ ഹൗ ടു ഒപ്റ്റെയിൻ EPCG ലൈസൻസ്. ഇതിനു വേണ്ടി നമ്മൾ EPCG ലൈസൻസ് എങ്ങനെ നേടും? സോ ഇൻ ഓർഡർ ടു ഒപ്റ്റെയിൻ ലൈസൻസ് അണ്ടർ EPCG സ്കീം, it is primary requirement to file an application within the license authority, that is Director General of Foreign Trade, and the application shall be attached with the required documents along with the company's personal details. ക്ലിയർ? അപ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അപ്ലിക്കേഷൻസും അനുബന്ധ ഡോക്യുമെൻസും എല്ലാം സഹിതം ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന് സമർപ്പിച്ച് നമുക്ക് ലൈസൻസ് വാങ്ങിക്കാവുന്നതാണ്. ദെൻ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്. ഇതിന് വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് സാധാരണ? ക്ലിയർ? നമ്പർ 1, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, അല്ലേ? IEC നമുക്ക് ആവശ്യമാണ്. ദെൻ രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് RCMC അത് ആദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്പറൊക്കെ കിട്ടും. ഓക്കെ. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് ആവശ്യമാണ്. ഇതിന് ഓൺലൈനായിട്ടുള്ള നമ്മുടെ അപ്ലിക്കേഷൻസ് ഒക്കെ ഡിജിറ്റലി ഓതറൈസ് ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലിയർ? ചില കേസിൽ ആവശ്യമായിട്ട് വരും. പാൻ കാർഡ് എസെൻഷ്യൽ ആണ്. എക്സൈസ് രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമെങ്കിൽ, ക്ലിയർ? ഇഫ് റിക്വയർഡ് ഇറ്റ് ഷുഡ് ബി ഗെറ്റ് രജിസ്റ്റേർഡ്. ദെൻ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, IGST ഒക്കെ അടയ്ക്കേണ്ട വരും, അല്ലേ? ചില കേസിൽ. ഇനിയിപ്പോൾ നമ്മൾ എക്സംഷൻ കൊടുക്കുകയാണെങ്കിലും IGST രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു? എടുപ്പിക്കുന്നു. പെർഫോമ ഇൻവോയ്സ് നമ്മൾ കൊടുക്കണം. ബ്രോഷർ കൊടുക്കണം. ക്ലിയർ? സെൽഫ് സർട്ടിഫൈഡ് കോപ്പി പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ക്ലിയർ? ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദി ചാർട്ടേഡ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് എഞ്ചിനീയറെ കൊണ്ട് ഈ ക്യാപിറ്റൽ ഗുഡ്സ്, അതിൻ്റെ നേച്ചർ, ടെക്നോളജി, അതിൻ്റെ വയബിലിറ്റിയെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അതും ഇതിൽ വെച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. ക്ലിയർ? സോ പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് അപ്രൂവൽ ഫോർ ഫോറിൻ കൊളാബറേഷൻ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഫോറിൻ കൊളാബറേഷനുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസ് കിട്ടുന്ന അല്ലെങ്കിൽ കൊളാബറേഷൻ ആവശ്യമായിട്ടുള്ള പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എന്താണ്? ഓക്കെ. സോ ഓൾ പ്രപ്പോസൽസ് ഫോർ ദി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നിക്കൽ കൊളാബറേഷൻസ് റിക്വയർ ഗവൺമെൻറ് അപ്രൂവൽ. ക്ലിയർ? ഹൗവർ, with the industrial policy of 1991 and the subsequent amendments to the laws regulating foreign collaborations and industry, this procedure has been simplified and automatic approval is given to the direct foreign investment up to 51% of foreign equity in 36 high priority industries, and the industrial license is no longer required for most of the industries. Clear? അപ്പോൾ 1990 വരെ നമുക്കൊരു റെജിം ഉണ്ടായിരുന്നു. ക്ലിയർ? വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റെജിം ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ? ബട്ട് 1991 ശേഷം നമുക്കറിയാൻ പറ്റും, അല്ലേ? 91 ശേഷം എന്താ വന്നത്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ എക്കണോമിക് റിഫോംസ് ഒക്കെ കൊണ്ടുവന്നതിൻ്റെ ഫലമായി, ക്ലിയർ, അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ലിബറലൈസ് ചെയ്തു, ഗ്ലോബലൈസ് ചെയ്തു, പ്രൈവറ്റൈസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായി കുറേയധികം സിംപ്ലിഫിക്കേഷൻ ഏതിലും വന്നിട്ടുണ്ട്? ഫോറിൻ ടെക്നോളജി അഡോപ്ഷൻ, അതുപോലെ തന്നെ ഫോറിൻ കൊളാബറേഷൻ, അങ്ങനെയുള്ള കേസസിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക ഇൻഡസ്ട്രിയിൽ, ചില പ്രത്യേക വിഭാഗങ്ങളിൽ വരുന്ന ഇൻഡസ്ട്രീസിന് അവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ക്യാപ്പ് ഗവൺമെൻറ് ഓൾറെഡി തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. ക്ലിയർ? 51% വരെ ഫോറിൻ ഇക്വിറ്റി ആവാം. അങ്ങനെയുള്ള കേസസിൽ ഫർദർ ആയിട്ടുള്ള ലൈസൻസിന് വേണ്ടി പോകണ്ട. ക്ലിയർ? അപ്പോൾ നോട്ടിഫൈഡ് ആയിട്ടുള്ള ചില സെക്ടേഴ്സിൽ 51% വരെയുള്ള ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ വിത്തൗട്ട് എനി അപ്രൂവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക് അപ്രൂവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് അപ്രൂവൽ റൂട്ട് വഴി തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ക്ലിയർ? പല സെക്ടേഴ്സിനും പല റേറ്റ് ആണുള്ളത് കേട്ടോ. ഈ ക്യാപ്പ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ പല റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ചിലതിൽ 26% കൊടുത്തതാണ്, ചിലത് 24% ആയിരിക്കും, ചിലതിൽ 40% കൊടുത്തതാണ്, ചിലത് 51% ആയിരിക്കും. ക്ലിയർ? ചിലതിൽ സമയത്തോളം 74% വരെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈ രീതിയിൽ പലതരത്തിലുള്ള റേറ്റ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ പെർമിഷൻ ലിമിറ്റ് ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്യാറുണ്ട് ആസ് എ മെഷർ ഓഫ് പോളിസി മാറ്റർ. ക്ലിയർ?
So foreign collaboration is made to exports. Foreign holding can be higher, even up to 100%. എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നതെങ്കിൽ 100% വരെയുള്ള ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ അലൗ ചെയ്യാറുണ്ട്. സോ ഫോളോയിങ് ഇസ് എ പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് അപ്രൂവൽ ഫോർ ഫോറിൻ കൊളാബറേഷൻ. ഫോറിൻ കൊളാബറേഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് പ്രൊസീജിയർ? നമ്പർ 1 അല്ലേ, അതിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫോർ അപ്രൂവൽ ഓഫ് ഫോറിൻ കൊളാബറേഷൻ, ഫസ്റ്റ് an application has to be filed in, then filled in, and the foreign companies can directly submit application to the foreign collaboration approval in their own name without tying with an Indian party or for forming a company. ക്ലിയർ? ഇന്ത്യയിലൊരു കമ്പനി രൂപീകരിക്കാതെയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളൊരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ളൊരു അപ്രൂവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു ഫോറിൻ കമ്പനിക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ ടെൻഡർ ചെയ്യാം. In such a case, a letter will be issued to the foreign companies conveying approval in principle. ഇങ്ങനെയുള്ള കേസസിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, സാങ്ഷനബിൾ ആണെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷൻ ലെറ്ററായിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യുന്നു, നൽകുന്നു. ക്ലിയർ? Then the approval will be later be transferred to companies incorporated in India by foreign company. Clear? ഇതിനുശേഷം ഒരു ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവലാണ് കൊടുക്കുന്നത്. ക്ലിയർ? ഇൻ പ്രിൻസിപ്പിൾ മീൻസ് ബേസിക്കലി പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു അപ്രൂവൽ കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം വിദേശ കമ്പനികൾ എന്ത് ചെയ്യും, ദേ വിൽ ഇൻകോർപ്പറേറ്റ്, ദേ വിൽ മേക്ക് പ്രോസസ് ഫോർ ഇൻകോർപ്പറേറ്റിംഗ് രജിസ്റ്ററിങ് എ കമ്പനി ഇൻ ഇന്ത്യ. ക്ലിയർ? ഒന്നുകിൽ അവരുടെ സബ്സിഡറി കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യും, അതല്ലെങ്കിൽ നിലവിലൊരു കമ്പനിയുടെ ഇക്വിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊളാബറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ കമ്പനിക്ക് ഈ ലൈസൻസ് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? Then so in the application form, part A and part B and part A to be filled by the entrepreneur, clear, applying for the grant for approval in foreign collaboration, and part B is to be used for obtaining letter of intent, industrial license, etc. in part B, and part A and part B are to be filled in case of a composite proposals involving foreign collaboration and ഇൻഡസ്ട്രിയൽ ലൈസൻസ്. രണ്ടും കൂടെ വേണ്ടത്, കൊളാബറേഷൻ വേണം, ഇൻഡസ്ട്രിയൽ ലൈസൻസും വേണമെങ്കിൽ രണ്ടും കൂടെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ ജനറൽ ഇൻഫർമേഷൻ ഈസ് ടു ബി ഫർണിഷ്ഡ് ബൈ ഓൾ ദി അപ്ലിക്കൻസ്, ആൻഡ് അപ്ലിക്കേഷൻസ് ഇൻവോൾവിംഗ് ഗ്രാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഷാൽ ബി അക്കമ്പനീഡ് ബൈ എ ക്ലോസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓഫ് ₹2500. പഴയ റേറ്റ് ഒക്കെയാണത്. ക്ലിയർ? ലൈസൻസ് വേണ്ട കമ്പനികൾ എന്ത് ചെയ്യണം, അവർ ഒരു നിശ്ചിത ഫീസ്, രജിസ്ട്രേഷൻ ഫീ കൂടെ അടച്ച് ലൈസൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം, ലൈസൻസിന് വേണ്ടിയിട്ട് കൊടുക്കണം. So Department of Industrial Development, Ministry of Industry, New Delhi. So for foreign collaboration, no application fees is payable. പക്ഷേ ഫോറിൻ കൊളാബറേഷന് വേണ്ടിയിട്ടാണ് നൽകുന്നതെങ്കിൽ അപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടാവില്ല. So the application form should be duly signed and the designation or authority of the person who are signing the application should be clearly shown in the application. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. Then application is to be submitted to the Secretariat of Industrial Assistance. ഇത് നമ്മൾ പറയുന്ന SIA എന്നാണ് പറയുക. Secretariat of Industrial Assistance എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ക്ലിയർ? ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഇതിനെ ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന വേറൊരു പേരിലാണ്. ക്ലിയർ? DPIIT എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ക്ലിയർ? ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് എന്നുള്ള രീതിയിൽ DPIIT എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, SIT അല്ലെങ്കിൽ SIA എന്ന് പറയുന്ന ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നുണ്ടാകുന്ന ഒരു ഓഫീസ് നടത്തും. ക്ലിയർ? സോ ഇറ്റ് ഇസ് എ സെക്രട്ടേറിയറ്റ് ഫോർ ദി ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻസ്. ഇൻഡസ്ട്രീസിൻ്റെ ഫെസിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അവർക്കത് നൽകേണ്ടതായിട്ട് വരുന്നു. The following conditions are required to be fulfilled by the applicants. എന്തൊക്കെയാണ് വേണ്ടത്? Number 1, the location of the industrial projects. അത് കാണിച്ചിരിക്കണം. Then adequate steps shall be taken to the satisfaction of the government to prevent air, water and
സോയിൽ പൊല്യൂഷൻ ക്ലിയർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള മെഷേഴ്സ് എന്താണ്, അതിനാവശ്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ക്യൂറേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ് ഏറ്റെടുക്കുക, ഇൻസ്റ്റലേഷൻ ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഐറ്റംസ് റിസർവ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം, പ്രയർ അപ്രൂവൽ ഓഫ് ദി ഗവൺമെൻറ് ഈസ് റിക്വയർഡ്. ഓക്കെ, ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രയർ അപ്രൂവൽ കൂടെ വാങ്ങിച്ചിട്ട് വേണം ഈ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ. ദെൻ ഫോർ അണ്ടർടേക്കിംഗ് ഓഫ് എക്സ്പോർട്ട് ഒബ്ലിഗേഷൻ, ഒരു എക്സ്പോർട്ട് ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തോളാം എന്ന് സമ്മതിക്കുന്ന ഒരു അണ്ടർടേക്കിംഗ് അല്ലേ, ഡിക്ലറേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, സ്പെസിഫൈഡ് ഇൻ ദി അപ്രൂവൽ ലെറ്റർ ദി റിക്വസിറ്റ് ഗ്യാരണ്ടി, ദാറ്റ് ഈസ് ലീഗൽ അണ്ടർടേക്കിംഗ് ഓർ എ ബാങ്ക് ഗ്യാരണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് നൽകേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരികയാണെങ്കിൽ then components of raw material will be allowed as per the import policy. നിലവിലുള്ള ഇമ്പോർട്ട് പോളിസി അനുസരിച്ചിട്ടായിരിക്കും റോ മെറ്റീരിയലോ ക്യാപിറ്റൽ ഗുഡ്സോ ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അനുവദിക്കുക. ഓക്കെ, then the approval is valid for a period of 2 years from the date of issue. ഇങ്ങനെ കൊടുക്കുന്ന അപ്രൂവൽ അല്ലേ 2 വർഷം വരെ വാലിഡ് ആയിരിക്കും. Within that period, then collaboration agreement is required to be filed with the Reserve Bank of India or authorized foreign exchange dealer. Clear? ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവിടെ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഫോറിൻ കൊളാബറേഷൻ എഗ്രിമെൻറ്റ് ഷാൽ ബി സബ്ജക്ട് ടു ഇന്ത്യൻ ലോസ്. ക്ലിയർ? എല്ലാ കൊളാബറേഷൻസും ഇന്ത്യൻ നിയമങ്ങൾക്ക് പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം നടക്കേണ്ടത്. ക്ലിയർ? ഇതുമായിട്ട് വരുന്ന കേസുകളൊക്കെ ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് ഇന്ത്യയിലുള്ള കോടതികളിൽ തന്നെ വിചാരണ ചെയ്യപ്പെടേണ്ടതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻസ് അതിലുണ്ടാവണം. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് റെമിറ്റൻസ്, ക്ലിയർ, അതിനെ സംബന്ധിച്ചുള്ള പ്രൊവിഷൻ റിക്വയർഡ് ടു ബി സെൻഡ് ടു ദി റീജിയണൽ ഓഫീസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയനാണ് RBI. അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് RBIയുമായിട്ട് ക്ലിയർ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം. Then all remittances to the foreign collaborator shall be made as per the exchange rate prevailing in the day of remittance. അതുപോലെ തന്നെ ഈ കൊളാബറേറ്റർക്ക് നമ്മൾ റോയൽറ്റി ആയിട്ടോ ഫീസായിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ പോർഷനായിട്ടോ എമൗണ്ട് ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അതാ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കോപ്പി ഓഫ് ദി കൊളാബറേഷൻ എഗ്രിമെൻറ്റ് സൈൻഡ് ബോത്ത് പാർട്ടീസ് മസ്റ്റ് ബി ഫർണിഷ്ഡ് ദി ഫോളോയിങ് അതോറിറ്റി. ക്ലിയർ? ഒരു കോപ്പി, ക്ലിയർ, കൊളാബറേഷൻ എഗ്രിമെൻ്റ് കോപ്പി താഴെ പറയുന്നവർക്ക് കൊടുക്കണം. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി. എന്താ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിലുള്ള ഇൻഡസ്ട്രിയാണോ വരുന്നത് അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഉണ്ട്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അതിന് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ മിനിസ്ട്രി ഉണ്ട്. ക്ലിയർ? അല്ല കോൾ ആൻഡ് കോക്ക് റിലേറ്റഡ് ആണെങ്കിൽ അതിനൊരു മിനിസ്ട്രി ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആണെങ്കിൽ അഗ്രികൾച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോരോ മിനിസ്ട്രി ഉണ്ടാവും. ക്ലിയർ? മെറ്റൽസും അത് അങ്ങനെയുള്ള കേസസ്, ഹെവി മെറ്റൽസോ അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഡസ്ട്രി, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി എന്നത്. അവർക്ക് ഒരു കോപ്പി കൊടുത്തിരിക്കണം, കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്രൂവലിന് വേണ്ടി കൊടുത്തിരിക്കണം. ക്ലിയർ? SIA മുഖേനയാണ് കൊടുക്കുന്നത്. ദെൻ സെക്രട്ടേറിയറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻസ്, ദെൻ ദാറ്റ് ഈസ് ഫോറിൻ കൊളാബറേഷൻ 2 sections, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി പോളിസി പ്രൊമോഷൻ. ക്ലിയർ? അതിന് DPIIT എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നേരത്തെ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്നുള്ള പേരിലാണ് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ക്ലിയർ? അവിടെയുള്ള SIAയിലേക്കും ഒരു കോപ്പി കൊടുക്കണം. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ക്ലിയർ? അവിടേക്ക് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതെല്ലാമാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ട compliances. Okay, so as already stated, prescribed application form, clear, form FC SIA for approval of such foreign investment proposals, setting up of relevant details is to be submitted to the submitted in a form without payment of any fees for the Foreign Investment Promotion Board. Clear? അതിനെ നമ്മൾ പറയുന്നത് FIPB എന്നാണ് പറയുന്നത് അല്ലേ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, സെക്രട്ടേറിയറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻസ് SIA, മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, ഉദ്യോഗ് ഭവൻ, ന്യൂഡൽഹി. ക്ലിയർ? ഇവിടേക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ്. നേരത്തെ അത് ഓഫ്ലൈൻ ആയിരുന്നു, ഇപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ആണുള്ളത്. അതിന് ഓൺലൈനായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഇങ്ങനെയുള്ള ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ പോർട്ടൽ എന്ന് പറയുന്ന
ഒരു പോർട്ടൽ, ഓൺലൈൻ പോർട്ടൽ, ക്ലിയർ, ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ഡിജിറ്റൽ സിഗ്നേച്ചറോടുകൂടി എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ, അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണ് ഇപ്പോഴൊക്കെ കൊടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് FIPB എന്ന് പറയുന്ന ബോർഡ് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പം അതില്ല. ക്ലിയർ, 2017 മുതൽ ക്ലിയർ ഇങ്ങനെയുള്ളൊരു ബോർഡ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പകരം എന്ത് ചെയ്യുന്നു, ഡയറക്റ്റായിട്ട് കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രിയിലേക്കാണ് ഇത് പോവുക. ക്ലിയർ, നൗ ഈ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു. ക്ലിയർ, അത് നമ്മൾ എന്ത് പറയുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ പോർട്ടൽ, FIFP എന്നാണ് പറയുക, .gov.in. ക്ലിയർ, ദിസ് ഈസ് ദ വെബ് ID URL. നമ്മൾ അതിൽ പോയിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ, ഇതിൻ്റെ ചാർജ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഇതിൻ്റെ മോണിറ്ററിങ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് DPIIT ആണ്. ക്ലിയർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റേണൽ ട്രേഡ്. ക്ലിയർ, അവിടെയുള്ള SIA അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻസ്. ക്ലിയർ, അവരെന്ത് ചെയ്യുന്നു, ഇതിനെ നോക്കി പരിശോധിച്ച ശേഷം ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ് നോക്കി അതാത് കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രിക്ക് അത് ഫോർവേഡ് ചെയ്യും. ക്ലിയർ, അവരത് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോഷൻ അപ്രൂവൽസോ ലൈസൻസോ ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് റൂട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫോളോയിങ് ദ ഗൈഡ്ലൈൻസ് ലെയ്ഡ് ഡൗൺ ടു എനേബിൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, FIPB സംബന്ധിക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് വരിക അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ടെക്നോളജിക്കൽ കൊളാബറേഷൻ ആണെങ്കിൽ പോലും അല്ലേ, അവിടെ എന്താണ് ചെയ്യുന്നത്, ദേ ആർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ, അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാം, ഒന്നുകിൽ ഒരു സബ്സിഡറി കമ്പനി ഇവിടെ രൂപീകരിച്ചിട്ടായിരിക്കും ചെയ്യുക, അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നിലവിലുള്ളൊരു കമ്പനിയിൽ ഇക്വിറ്റി വാങ്ങിച്ചിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഫോറിൻ ക്യാപിറ്റൽ ഇവിടേക്ക് നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നിക്ഷേപിക്കുന്ന ക്യാപിറ്റൽ നമ്മൾ പറയുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫോറിൻ മണി അല്ലേ, ദാറ്റ് ഈസ് ഫോറിൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FDI. ഓക്കെ, വേറൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ക്ലിയർ, ഈ FII എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചു, ഡിബഞ്ചർ വാങ്ങിച്ചു, അങ്ങനെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്താ പറയുക, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അവിടെ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷനോ ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നു, ബാങ്കുകളൊക്കെ നമ്മുടെ രാജ്യത്തുള്ള ഇക്വിറ്റി മാർക്കറ്റിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഷെയർസോ ഡിബഞ്ചറോ സബ്സ്ക്രൈബ് ചെയ്യുന്നു, വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, വിൽക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അത് FII എന്നാണ് പറയുക. ക്ലിയർ, ബട്ട് FDI എന്താ, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലുള്ളൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ക്ലിയർ, അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്. So all applications should be put before FIPB by the SIA within 15 days. Clear, അതൊക്കെ പഴയ കാര്യങ്ങളാണ് പറയുന്നത്. Nowadays there is no FIPB. ക്ലിയർ, as such. പക്ഷേ എങ്കിലും അത് നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് ഈ രീതിയിലായിരുന്നു എൻ്റെ സ്ഥിതി. ക്ലിയർ, ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനകം എന്ത് ചെയ്യണം, അത് FIPB കൊടുക്കുന്നത്. ദിസ് ഈസ് എ ബോർഡ്. ക്ലിയർ, ഒരു ബോർഡ് എന്ന് പറയുന്നത് ഇതിൽ 6-7 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ, FIPBയുടെ ബോർഡ് എന്ന്. ക്ലിയർ, അതിൽ എന്ത് ചെയ്യുന്നു, ഫിനാൻസ് മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻസ്. ക്ലിയർ, അതിലുള്ള മെമ്പർ സെക്രട്ടറി മെമ്പറായിരിക്കും, കൊമേഴ്സ് മിനിസ്ട്രിയുടെ സെക്രട്ടറി മെമ്പറായിരിക്കും, ഇൻഡസ്ട്രി മിനിസ്ട്രിയിൽ വരുന്നവരുടെ സെക്രട്ടറി മെമ്പറായിരിക്കും. ഇങ്ങനെ കുറേ മിനിസ്ട്രീസിൻ്റെ ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ബ്യൂറോക്രാറ്റിക് ബോർഡാണിത്. ക്ലിയർ, അവരുടെ ഒരു കമ്മിറ്റിയാണ്. ആ ബോർഡാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ പരിഗണിച്ചത് എല്ലാവർക്കും ക്ലിയറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. Then proposals should be considered by the board keeping in view of the frame of 30 days. 30 ദിവസത്തിനകം അത് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് നേരത്തെ പറയുന്നത്. ക്ലിയർ, ഇങ്ങനെ അപ്രൂവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി ഇൻറ്റിമേറ്റഡ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ചില ഹയർ ആയിട്ടുള്ള ഇതിൻ്റെ ബോഡിയുണ്ട്. ക്ലിയർ, ഒരു എംപവേർഡ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ക്ലിയർ, അങ്ങനെയുള്ളൊരു എംപവേർഡ് കമ്മിറ്റിയിലേക്ക് ഇത് കൊടുക്കണമെങ്കിൽ, ഇതിനേക്കാളും ഒരു ഹയർ കമ്മിറ്റിയിൽ കൊടുക്കണമെങ്കിൽ അത് ചെയ്യുന്നു. ക്ലിയർ, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, CCEA എന്ന് പറയും. ക്ലിയർ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഉണ്ട്, ഹയസ്റ്റ് ബോഡിയാണത്. ക്ലിയർ, അപ്പോൾ ഈ രീതിയിലുള്ള ബോഡി പരിഗണിക്കേണ്ട വിഷയമാണ്. അതിനൊക്കെ ചില പരിധിയുണ്ട്. ക്ലിയർ, 600 കോടി രൂപ വരെ വരുന്ന
ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അതിനേക്കാളും കൂടുതൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇതാണെങ്കിൽ ഈ FIPB മാത്രം ചെയ്താൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം, അത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് കൂടെ റിവ്യൂ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, സാങ്ഷൻ കൊടുക്കാൻ. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് അത് റെഫർ ചെയ്യണം. ക്ലിയർ? ഇവിടെ കഴിഞ്ഞിട്ട് ദെൻ in case which either the proposal is not declared to for further information is required, or further information is required, then in order to avoid delays in presentation by applicants, the meeting of the FIPB should be റിസോർട്ടഡ് ടു. അതുപോലെ തന്നെ FIPB വളരെ കൂടി എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ കൂടി എന്ത് ചെയ്യുന്നു, ഈ പ്രപ്പോസൽസിനെ വിലയിരുത്തുകയും അതിനാവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്നു. സോ ഇൻ കേസ് വിച്ച് എയ്തർ ദി പ്രപ്പോസൽ ഈസ് നോട്ട് ക്ലിയർ, പ്രപ്പോസൽസ് ക്ലിയർ ചെയ്തില്ല എങ്കിൽ ആ ഇൻഫർമേഷൻ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓർ ഫർദർ ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഉണ്ടെങ്കിൽ അതും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ക്ലിയർ? അത് കംപ്ലയൻസിന് വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി അത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നു. അത് കിട്ടുന്ന സമയത്ത് വീണ്ടും കൂടുന്നു. Then FIPB should consider each proposals in totality. Clear? ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം ചിന്തിക്കാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സിന് ഒരു ടോട്ടാലിറ്റിയിൽ എന്ത് ചെയ്യണം, അവർ കണ്ടിട്ട് വേണം ഇത് പരിഗണിക്കാൻ. സോ ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് അപ്പാർട്ട് ഫ്രം ദി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത് മാത്രമല്ല അതിന് പുറമെ ടെക്നിക്കൽ കൊളാബറേഷൻ, ഇൻഡസ്ട്രിയൽ ലൈസൻസ്, അല്ലേ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പരിഗണിച്ചിരിക്കണം. ക്ലിയർ? അത് ഏത് വിഭാഗത്തിൽ വരുന്നതാണ്, ലൈസൻസ് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ, ടെക്നിക്കൽ കൊളാബറേഷൻ പെർമിസിബിൾ ആണോ, അല്ലേ. ചില സെക്ടേഴ്സ് ഉണ്ടാവും, സ്ട്രാറ്റജിക് സെക്ടേഴ്സ് എന്ന് പറയുന്നത്, ഡിഫൻസ് റിലേറ്റഡ് ആയ സെക്ടേഴ്സ്, അവിടെ ഒന്നും കൊളാബറേഷൻസ് അതുപോലെ ഫോറിൻ പാർട്ടിസിപ്പേഷനൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പ്രോജക്റ്റുകൾ സാങ്ഷൻ കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ കോമ്പോസിറ്റ് അപ്രൂവൽ ഓർ അതർവൈസ് ഇതെല്ലാം നോക്കണം. ഹൗവർ FIPB's recommendation would relate to only to the approval for foreign financial and technical collaboration. ഇങ്ങനെയൊക്കെ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ പോലും ഇവിടെ റെക്കമെൻഡേഷൻ എന്തിനു വേണ്ടി മാത്രമാണ്, ഫോറിൻ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ടെക്നിക്കൽ കൊളാബറേഷൻ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, അപ്രൂവൽ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് കൺസേൺ ബോഡീസ് തന്നെയായിരിക്കും. ഓക്കെ. ദെൻ ദ ബോർഡ് ഷാൽ എക്സാമിൻ ദ ഫോളോയിങ് വൈൽ കൺസിഡറിങ് പ്രപ്പോസൽ സബ്മിറ്റഡ് ഫോർ ഇറ്റ്സ് കൺസിഡറേഷൻ. താഴെ പറയുന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്. വെദർ ദ ഐറ്റം ഓഫ് ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ആണെങ്കിൽ അത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, കംപ്ലയൻസസ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. വെദർ ദി പ്രപ്പോസൽ ഇൻവോൾവ്സ് ടെക്നിക്കൽ കൊളാബറേഷൻ ആൻഡ് ഇഫ് സോ the sources and nature of the technology sought to be transferred, the terms of the payment. Clear? അപ്പോൾ ടെക്നോളജിയുടെ നേച്ചർ എന്താണ്, ഏത് തരത്തിലുള്ള പേയ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ. ദെൻ വെദർ ദ പ്രപ്പോസൽ ഇൻവോൾവ്സ് എനി മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഓഫ് എക്സ്പോർട്സ് മാൻഡേറ്ററി ആയിട്ട് വേണ്ട കേസ് ആണെങ്കിൽ, അല്ലേ, നമ്മൾ നേരത്തെ EPCG ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ആണെങ്കിൽ അതിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം. ക്ലിയർ? സോ ഷുഡ് ബി പ്രിപ്പയർഡ് ടു അണ്ടർടേക്ക് ദി ഒബ്ലിഗേഷൻ ദറ്റ് ഈസ് റിസർവ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ. അങ്ങനെയാണെങ്കിൽ പ്രയർ പെർമിഷൻ ഉണ്ടോ നോക്കിയിരിക്കണം. എക്സ്പോർട്ട് മാൻഡേറ്ററി ആണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരിക്കണം. ഓക്കെ, ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ദെൻ വെദർ ദി പ്രപ്പോസൽ ഇൻവോൾവ്സ് എക്സ്പോർട്ട് പ്രൊജക്ഷൻ, ഇഫ് സോ ദി ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ദി പ്രൊജക്റ്റഡ് ഡെസ്റ്റിനേഷൻ. ക്ലിയർ? ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കാൻ ഉദ്ദേശിക്കുന്നത്, ക്ലിയർ, എന്തുമാത്രം വോള്യം ആയിരിക്കും വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തണം. സോ ഇൻ ദ കേസ് ഓഫ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് EOUs, whether they prescribed a minimum value of the addition norms and the minimum turnover exports are met. അല്ലേ, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റുകൾക്ക് അങ്ങനെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, 30% ഓഫ് ദെയർ ആനുവൽ പ്രൊഡക്ഷൻ എന്തായിരിക്കണം, എക്സ്പോർട്ടിലേക്ക് പോകണം. അപ്പോൾ അതൊക്കെ സാധ്യമാണോ, അതിൻ്റെ മിനിമം റേറ്റൊക്കെ, മിനിമം എക്സ്പോർട്ടിൻ്റെ റേറ്റും അതുപോലെ തന്നെ നോംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലാണോ ഈ എഗ്രിമെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ അത് നോക്കിയിരിക്കണം. ദെൻ വെദർ ദി പ്രപ്പോസൽ ഹാസ് എനി സ്ട്രാറ്റജിക് ഓർ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസിഡറേഷൻസ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻറ്റിമേഷൻസ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് അറിയിക്കണം. ക്ലിയർ? അപ്പോൾ അത് വേണോ വേണ്ടതെന്ന് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കും. ഓക്കെ. സോ വെദർ ദ പ്രപ്പോസൽ ഹാസ് എനി പ്രീവിയസ് ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റ് ഓർ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഇൻ ഇന്ത്യ. ക്ലിയർ? നിലവിൽ ഏതെങ്കിലും ട്രേഡ് മാർക്ക് എഗ്രിമെൻ്റ് അനുസരിച്ചോ പാറ്റൻറ്റ് എഗ്രിമെൻ്റ് അനുസരിച്ചോ ടെക്നോളജി ട്രാൻസ്ഫർ അനുസരിച്ചോ, അല്ലേ, നിലവിൽ ഏതെങ്കിലും കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിലവിൽ ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇവരുടെ ഭാഗമായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാം, ഒരു പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. ക്ലിയർ? അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് കൊടുക്കുക. ദെൻ വൈൽ കൺസിഡറിങ് പ്രപ്പോസൽസ് ദ ഫോളോയിങ് മേ ബി പ്രയോറിറ്റൈസ്ഡ്. എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി നൽകേണ്ടത്? ദ ഐറ്റംസ് ഓർ ആക്ടിവിറ്റീസ് കവേർഡ് അണ്ടർ ഓട്ടോമാറ്റിക് റൂട്ട്.
ക്ലിയർ. ദോസ് ഹു വിച്ച് ഡു നോട്ട് ക്വാളിഫൈ ഫോർ ഓട്ടോമാറ്റിക് അപ്രൂവൽ. ക്ലിയർ. ഓട്ടോമാറ്റിക് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മറ്റുള്ള ലൈസൻസോ പെർമിഷൻസോ അല്ലെങ്കിൽ സാങ്ഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അല്ലെ? ഗവൺമെൻറ് തന്നെ ഓൾറെഡി ഒരു പോളിസി മെഷർ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന സെക്ടേഴ്സിൽ 51% വരെ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ അലൗബിൾ ആണ്, ഇത് ഓട്ടോമാറ്റിക് റൂട്ട് വഴി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നോക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? സ്കൂട്ടിനൈസ് ചെയ്തിട്ട് അപ്രൂവൽ മാത്രം കൊടുത്താൽ മതി. ക്ലിയർ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതാണോ അതല്ല കേസാണോ? ക്ലിയർ. നോട്ട് കമ്മിങ് അണ്ടർ ദ ഓട്ടോമാറ്റിക് അപ്രൂവൽ ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കൂട്ടിനി ആവശ്യമായിരിക്കും. ദെൻ ഐറ്റംസ് ഫോളിങ് അണ്ടർ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ആണോ നോക്കണം. ഐറ്റംസ് വിച്ച് ഹാവ് എൻ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉണ്ടോ നോക്കണം. ഐറ്റംസ് വിച്ച് ഹാവ് എ ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടോ നോക്കും. ഐറ്റംസ് വിച്ച് ഹാവ് എ ഡയറക്റ്റ് ബാക്ക്വേർഡ് ലിങ്കേജസ് വിത്ത് ദി അഗ്രോ ബിസിനസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ നോക്കണം. ഐറ്റംസ് വിച്ച് ഹാവ് എ ഗ്രേറ്റർ സോഷ്യൽ റിലവൻസ്, അതുണ്ടോ നോക്കും. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെയൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ പ്രൊവിഷൻ ഉണ്ടോ. ക്ലിയർ. അങ്ങനെയുള്ള ലൈഫ് സേവിങ് ഡ്രഗ്സ്, അല്ലേ? ഇപ്പോൾ കോവിഡ് വാക്സിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലേ, ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരികയാകുമ്പോൾ, അല്ലേ, നമുക്കത് അപ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സോഷ്യൽ ഇമ്പോർട്ടൻസോടുകൂടി പരിഗണിക്കേണ്ടി വരും. അത് പ്രയോറിറ്റൈസ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ബിക്കം എ പ്രയോറിറ്റി ഏരിയ. ദെൻ ക്ലിയർ. പ്രപ്പോസൽസ് വിച്ച് റിസൾട്ട് ഇൻ ദി ഇൻഡക്ഷൻ ഓഫ് ടെക്നോളജി ഓർ ഇൻഫ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ, അല്ലെ? വിദേശ രാജ്യങ്ങൾ ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ടെക്നോളജി ഇൻഡക്റ്റ് ചെയ്യുന്നതോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അപ്രൂവൽ കൊടുക്കണം. ക്ലിയർ. ദ ഫോളോയിങ് ഷുഡ് ബി സ്പെഷ്യലി കൺസിഡേർഡ് ഡ്യൂറിങ് ദി സ്ക്രൂട്ടിനി. എന്തൊക്കെയാണത്? നമ്പർ 1, ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഫോറിൻ എക്വിറ്റി പ്രപ്പോസ്ഡ് ടു ബി ഹെൽഡ് ബൈ കീപ്പിംഗ് ഇൻ ദി സെക്ടറൽ ക്യാപ്പ്, അല്ലെ? ഓരോ സെക്ടറുകൾക്കും ക്യാപ്പ് ഉണ്ടാവും. ക്ലിയർ. ചില സെക്ടറുകൾക്ക് 24% മാത്രമേ പറ്റുള്ളൂ. ചില സെക്ടേഴ്സിന് 40% ഉണ്ടാവും. ചില സെക്ടേഴ്സിന് 51% വരെ ആവാം. ചില സെക്ടേഴ്സിന് 74% വരെയും ഫോറിൻ ഇക്വിറ്റി അലൗബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് അതാത് സെക്ടേഴ്സ്, അല്ലേ? ഒരുപക്ഷെ ടിൽ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ്, അല്ലേ, അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇൻഷുറൻസ് സെക്ടേഴ്സിൽ, ക്ലിയർ, 74% വരെ ഫോറിൻ ഇക്വിറ്റി അലൗ ചെയ്തുകൊണ്ട് ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇൻ ഫ്യൂച്ചർ കമ്മിങ് ഇയറിൽ ഏപ്രിൽ മാസം മുതൽ 2021 ഏപ്രിൽ മാസം മുതൽ വിദേശ രാജ്യങ്ങളിലെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ 74% വരെ അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരുടെ കമ്പനികൾ സബ്സിഡറി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരാം. ഇപ്പോൾ അത് 51% ആണ്, ഇപ്പോൾ 74% ആക്കി ഇത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ ഓരോ സെക്ടറിന് എന്തുണ്ടാവും? ക്യാപ്പ് ഉണ്ട്. അതുപോലെ ബാങ്കിങ് കമ്പനികളായിക്കോട്ടെ മറ്റുള്ള കമ്പനികളായിക്കോട്ടെ ഇതിനൊക്കെ സെക്ടറൽ ക്യാപ്പ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ളതാണെന്ന് പരിശോധിക്കണം. വെദർ ദി പ്രപ്പോസ്ഡ് ഫോറിൻ ഇക്വിറ്റി ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് എ new projects or a joint venture or otherwise, or whether it is for the enlargement of a foreign or NRI equity, or whether it is a fresh induction of foreign equity. അപ്പോൾ ഇതെല്ലാം നോക്കണം. അത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഇൻഡസ്ട്രി ആണോ, NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ പ്രോജക്റ്റ് ആണോ, അതല്ല ഫോറിൻ ഇക്വിറ്റി ആയിട്ടാണോ വരുന്നത്, അതല്ല ഇതൊരു എക്സിസ്റ്റിംഗ് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു മെഷറാണോ, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു കമ്പനിയുടെ എൻലാർജ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. സോ ഇൻ ദ കേസ് ഓഫ് എ ഫ്രഷ് ഇൻഡക്ഷൻ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഓർ NRI ഇക്വിറ്റി ആൻഡ് ഓർ the case of enlargement of the foreign capital or NRI equity in existing Indian companies, whether there is a resolution of the board of directors supporting the said induction. ഇങ്ങനെ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലേ, ഒരു പുതിയ നിലവിലുള്ളൊരു കമ്പനിയിൽ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ഇൻഫ്യൂസ് ചെയ്യാൻ ഇന്ത്യയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടോ, അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് തീരുമാനം എടുത്തിട്ടുണ്ടോ, ക്ലിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. ദെൻ ഇഷ്യൂ ഓർ ട്രാൻസ്ഫർ പ്രൈസിങ് ഷെയർ, അല്ലേ, ട്രാൻസ്ഫർ ആൻഡ് പ്രൈസിങ് ഓഫ് ഷെയർ. ചില സമയത്ത് ഇക്വിറ്റിയൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ, നിലവിലുള്ള ഒരു കമ്പനി ഇക്വിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, ഏത് വിലയ്ക്ക് ഇഷ്യൂ ചെയ്യണം, ട്രാൻസ്ഫർ ഏത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഷെയർസിൻ്റെ, അല്ലേ, വാല്യൂവിനെ കുറിച്ച് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ SEBI, RBI ഒക്കെ റെഗുലേഷൻ അനുസരിച്ച് അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. വെദർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഓർ സർവീസ് ആക്ടിവിറ്റി, നമ്മൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്ന ആക്ടിവിറ്റി ഇൻഡസ്ട്രിയൽ ആണോ സർവീസ് ആണോ ഏതാണെന്ന് നോക്കണം. അതുപോലെ തന്നെ വെദർ ദി പ്രപ്പോസ്ഡ് ആക്ടിവിറ്റി ഇൻവോൾവ്സ് ഇമ്പോർട്ട് ഓഫ് ഐറ്റംസ് ആണോ, അല്ലേ, ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണോ, എയ്തർ ഹസാർഡസ് അല്ലെങ്കിൽ ബാൻഡ് ഐറ്റം അല്ലെങ്കിൽ ഡെട്രിമെൻ്റൽ ടു എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ഇൻ റെസ്പെക്ട് ഓഫ് അതർ ഇൻഡസ്ട്രീസ് ആക്ടിവിറ്റീസ്, ബോർഡ് മേ കൺസിഡർ റെക്കമെൻഡിങ് 51% of foreign equity on an examination of
ഈച്ച് ഇൻഡിവിജ്വൽ പ്രപ്പോസൽ. അപ്പോൾ വേറൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ 51% വരെയുള്ളതിന് എന്ത് ചെയ്യുന്നു, ബോർഡ് അതിനനുസരിച്ച് വിലയിരുത്തി അപ്രൂവൽസിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. ക്ലിയർ. സോ ഫോർ ദി ഹയർ ലെവൽസ് ഓഫ് ഇക്വിറ്റി ക്യാപ് അപ് ടു 74%, board may consider such proposal keeping in view of the considerations such as extent of capital needed for project. ഇപ്പോൾ 74% ആ രീതിയിലുള്ള ഒരു ക്യാപിറ്റലൊക്കെ പോകണം, അല്ലെങ്കിൽ 100% ആണെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ആവശ്യമുണ്ടോ, അത് നമ്മൾ ഗവൺമെൻറ് അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ടോ, ക്ലിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതായിട്ട് വരും. Then FIPB may consider recommending proposal for 100% foreign equity or their 100% subsidiary companies based on the following criteria, where only holding operations are involved and all subsequent downstream investment can be carried out would require prior approval of the government. അതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നു. ക്ലിയർ. Then number 2, whether the proprietary technology is sought to be protected or sophisticated technology is proposed to be brought in. അല്ലേ, കൊണ്ടുവരുന്ന ടെക്നോളജിയുടെ സൊഫിസ്റ്റിക്കേഷൻ എന്താണ്, അതിൻ്റെ പ്രത്യേകത, അത് നമ്മൾ നോക്കണം. ക്ലിയർ. where there is at least 50% of production is to be exported. എക്സ്പോർട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, പ്രപ്പോസൽസ് ഫോർ കൺസൾട്ടൻസി ഉണ്ടോ, പ്രപ്പോസൽ ഫോർ ഇൻഡസ്ട്രിയൽ മോഡൽ ടൗൺസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, എസ്റ്റേറ്റ്സ്, ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കേസിൽ 100% ഇക്വിറ്റി അല്ലെങ്കിൽ 100% സബ്സിഡറി കേസസിൽ സാങ്ഷൻസ് ഒക്കെ കൊടുക്കുക. സോ ഇൻ റെസ്പെക്ട് ഓഫ് ട്രേഡിംഗ് കമ്പനീസ് 100% ഓഫ് ഇക്വിറ്റി മേ ബി പെർമിറ്റഡ് ഇൻ കേസ് ഓഫ് ദി ആക്ടിവിറ്റീസ് ഇൻവോൾവിങ് ദി ഫോളോയിങ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെങ്കിൽ എക്സ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ ബൾക്കായിട്ടുള്ള ഇമ്പോർട്ട് വിത്ത് എക്സ്പോർട്ട് എക്സ്പാൻഡഡ് വെയർഹൗസ് സെയിൽസ്. ക്ലിയർ. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെ പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാരി ഹോൾസെയിൽ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, അതർ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഫോർ സർവീസസ് പ്രൊവൈഡഡ് അറ്റ്ലീസ്റ്റ് 75% ഓഫ് ദി പ്രൊക്യൂർമെൻറ്റ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അമംഗ് ദി കമ്പനീസ് ഓൺ ദി സെയിം ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്രൂവൽസ് കൊടുക്കുക. Then foreign technology collaborations are permitted either through automatic route or under the delegated powers of the exercised by RBI or by the government. Clear. ഓട്ടോമാറ്റിക് റൂട്ട് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അതിന് ചില ഇൻവെസ്റ്റ്മെൻറ്റ് പരിധി ഉണ്ട്. അതല്ലാത്ത കേസസിൽ, അതല്ലാത്ത സെക്ടേഴ്സിലൊക്കെ വരികയാണെങ്കിൽ RBIയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി ആയിരിക്കും ചെയ്യുക. ഓക്കെ. സോ പഴയ കണ്ടീഷൻസൊക്കെ അനുസരിച്ച് ഓട്ടോമാറ്റിക് അപ്രൂവൽസിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് റീജിയണൽ ഓഫീസസ് records automatic approval system to all industries of foreign technology collaboration agreements subject to the lump sum payments do not exceed rupees $2 million. Clear. 2 ലക്ഷം US അല്ലെങ്കിൽ 2 ദശലക്ഷം ക്ലിയർ $, വരെ വരുന്ന പേയ്മെൻറ്റ് വരെ വരുന്ന പ്രോജക്റ്റുകളാണെങ്കിൽ അതിന് റീജിയണൽ ഓഫീസുകൾ വഴി തന്നെ RBI അപ്രൂവൽ കൊടുക്കും. ക്ലിയർ. ദെൻ റോയൽറ്റി പേയബിൾ ബീങ് ലിമിറ്റഡ് ടു 5% ഓഫ് ദി ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ 5% അല്ലെങ്കിൽ 8% ഓഫ് ദി എക്സ്പോർട്ട്, അങ്ങനെയുള്ള കേസസിൽ റോയൽറ്റി കൊടുക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ക്ലിയർ ആകെ നടക്കുന്ന സെയിൽസിൻ്റെ 8% അല്ലെങ്കിൽ ആകെ നടക്കുന്ന എക്സ്പോർട്ടിൻ്റെ 8% റോയൽറ്റി വിദേശ കമ്പനിക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആകെ നടക്കുന്ന ഡൊമസ്റ്റിക് സെയിൽസിൻ്റെ 5% വിദേശ കമ്പനി കൊടുക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടൊരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അപ്രൂവൽ കൊടുക്കും. ദെൻ ദ പീരീഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് റോയൽറ്റി നോട്ട് എക്സീഡിങ് 7 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദി കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്ത് അല്ലെ 7 വർഷത്തിനുള്ളിൽ വരെയാണ് ഈ റോയൽറ്റി പേയ്മെൻറ്റ് വരിക. അങ്ങനെയുള്ളൊരു കണ്ടീഷനേ ഉള്ളെങ്കിലും ഓട്ടോമാറ്റിക് കൊടുക്കും. 10 years ഫ്രം ദ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ്. ക്ലിയർ. എഗ്രിമെൻറ്റിന് ശേഷം 10 വർഷം വരെ, എഗ്രിമെൻറ്റ് കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ വരിക. ക്ലിയർ. കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് 7 വർഷം അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ചെയ്ത ഉടനെ 10 വർഷം വരെയുള്ള പീരീഡിലേക്ക് റോയൽറ്റി, അതുവരെ റോയൽറ്റി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ എങ്കിലും ഓട്ടോമാറ്റിക് ക്ലിയറൻസ് വഴി ചെയ്തു കൊടുക്കും. ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ വരുമ്പോഴേ ഓട്ടോമാറ്റിക് ക്ലിയറൻസ് കൊടുക്കുള്ളൂ. അതല്ലാത്ത കേസ് എന്ത് ചെയ്യണം, ഗവൺമെൻറ് അപ്രൂവലിന് പോകണം. അങ്ങനെ ഗവൺമെൻറ് അപ്രൂവലിന് പോകുമ്പോൾ FIPB റൂട്ട് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, FIPB അത് വിലയിരുത്തി അത് പോസിബിൾ ആണോ ഫീസിബിൾ ആണോ ഒക്കെ നോക്കി ലൈസൻസിങ് ആവശ്യമായ ലൈസൻസിങ്ങിൻ്റെ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് അപ്രൂവൽ കൊടുക്കുക. സോ ഗവൺമെൻറ് അപ്രൂവൽ വുഡ് നെസസറി
അല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? പ്രപ്പോസൽ അട്രാക്ടിങ് കമ്പൽസറി ലൈസൻസിങ്, items of manufacture reserved for small scale sector, proposals involving any previous joint ventures or technology transfer or trademark agreement in the same allied field in India, then extension of foreign technology collaboration agreement, ഇങ്ങനെയുള്ള എല്ലാ കേസിലും ഗവൺമെൻറ് അപ്രൂവൽ വഴിയാണ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില ഗവൺമെൻറ് അപ്രൂവൽസ് വേണ്ട സ്കീംസ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, FIPB നിലവിലില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതിന് പകരമായിട്ടിപ്പം ഉള്ളത് എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടുള്ള വെബ്സൈറ്റ്, ക്ലിയർ. FIPB ഉണ്ടാകുന്ന സമയത്ത് തന്നെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ പോർട്ടൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഉള്ളത്. ആ വെബ്സൈറ്റ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിയർ പ്രൊമോഷൻ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്ന DPIIT എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസ് ഇവർ ചെയ്യുന്നു. മാത്രമല്ല FIPB നേരത്തെ ചെയ്തിരുന്ന ഫങ്ഷൻസ്, അപ്രൂവൽ ഫങ്ഷൻസ്, സ്കൂട്ടിനി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, ആ ഫങ്ഷനൊക്കെ കൺസേൺഡ് മിനിസ്ട്രീസ് തന്നെയാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത്. ക്ലിയർ, അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രീസ് തന്നെ ചെയ്യും. ചില കേസിൽ ഗവൺമെൻറ് കളക്റ്റീവായിട്ട് എടുക്കും. So the Foreign Investment Promotion Board has been constituted by the Government of India. FIPB has a high-powered committee with the Principal Secretary of PMO. PMO-യുടെ Principal Secretary ആണ് അതിൻ്റെ ചെയർമാൻ. പ്രൈം മിനിസ്റ്റർ ഓഫീസിലുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാൻ, ഫിനാൻസ് സെക്രട്ടറി, അതുപോലെ തന്നെ കൊമേഴ്സ് സെക്രട്ടറി, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി, ഇവരൊക്കെ ഇതിലെ മെമ്പേഴ്സ് ആയിരിക്കും. ക്ലിയർ, അങ്ങനെ 5-6 സെക്രട്ടറീസ് അടങ്ങുന്നതാണ് ഇതിൻ്റെ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. FIPB has empowered to consider the proposal for investment in India which do not fall within the parameters of the existing policy. Clear? The functions of board എന്തൊക്കെയാണ് വരുന്നത്? എക്സ്പീഡിഷ്യസ് ക്ലിയറൻസ് ഓഫ് എന്തിനു വേണ്ടിയിട്ട് FIPB രൂപീകരിച്ചത് നമുക്കറിയാൻ പറ്റും. നേരത്തേക്കാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്കൂട്ടിനൈസ് ചെയ്ത് അല്ലേ ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെയധികം സമയം വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബോർഡ് രൂപീകരിച്ചു. അവിടേക്ക് ഒരു പ്രപ്പോസൽസ് വരികയും അവരത് കളക്റ്റീവായിട്ട് വിലയിരുത്തിയിട്ട് അതിന് ഫീസിബിലിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള റെക്കമെൻഡേഷൻ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചത്. ക്ലിയർ, ഒരു എക്സ്പെഡീഷ്യസ് ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്. പക്ഷേ എങ്കിലും അത് ആദ്യമൊക്കെ കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിലും പിന്നീട് അത് ഫെയിലിയർ ആയിരുന്നു. കാരണം എന്താ, ഇവിടെയും റെഡ് ടേപ്പിസം, ബ്യൂറോക്രാറ്റിക് പ്രോബ്ലം ഇതൊക്കെ വന്ന് ഡിലേ വരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഡിലേ ഒക്കെ വന്നതുകൊണ്ട് ക്ലിയർ പ്രൊസീജിയേഴ്സും കംപ്ലയൻസും കുറേ കോപ്പികളും ക്ലിയർ കുറേ ഡോക്യുമെൻ്റ് കുറേ കോപ്പി ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആസ് എ മെഷർ ഓഫ് EODB, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ക്ലിയർ, ഈ ഫ്രെയിംവർക്ക് അനുസരിച്ചിട്ട് 2017 എന്ത് ചെയ്തു? ഈ FIPB എന്നുള്ളതിനെ നമ്മൾ അബോളിഷ് ചെയ്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ക്ലിയർ, എന്നിട്ട് എന്ത് ചെയ്തു? തന്നെ ഈ ഓൺലൈൻ പോർട്ടലിൽ ഒരു സിംഗിളായിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അത് എന്ത് ചെയ്യുന്നു? കൺസേൺ മിനിസ്ട്രിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കപ്പെടും. ക്ലിയർ, അവരത് എന്ത് ചെയ്യുന്നു? പരിശോധിച്ച് ആവശ്യമായുള്ള ക്ലിയറൻസ് കൊടുക്കും. ഇങ്ങനെ ക്ലിയറൻസോ അപ്രൂവലോ കിട്ടുന്നത് ഈ വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മിനിസ്ട്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ, റിജക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, then അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശമാണ് പറയുന്നത് എക്സ്പീഡിഷ്യസ് ക്ലിയറൻസ് ഓഫ് പ്രൊപ്പോസൽ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോൺട്രാക്ട്സ് with and inviting select international companies for investment in the country in appropriate ventures. Then the board's program of investment include a variety of the activities such as marketing, designing, export promotion, energy conservation, technology upgradation, modernization, infrastructure development, better utilization of raw material, natural resources മൊബിലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ്, സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയുള്ള പ്രോജക്റ്റുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഇങ്ങനെയുള്ള ഉദ്ദേശത്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബോർഡ് രൂപീകരിച്ചത്. ഓക്കെ, സോ ദീസ് ആർ ഓൾ സം ഓഫ് ദി മെഷേഴ്സ്. ഓക്കെ.